ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുകയാണേ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഈ മെഷീനായിരിക്കുമല്ലോ, സിംഗിൾ മെഷീനായിരിക്കുമല്ലോ. അപ്പോൾ അമ്പർല മെഷീനുണ്ട്. അത് അതാണ് മറ്റേ മെഷീൻ മോട്ടർ വെച്ച് തയ്ച്ച് കാണിച്ചത്. ഇത് സിംഗിൾ മെഷീൻ. ഇതിൽ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് നമ്മൾ മെഷീനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സിംഗിൾ മെഷീനെ കുറിച്ച് ആദ്യം നമ്മൾ മെഷീൻ ചെയ്യുമ്പോൾ ഓയിലിടണം. ഓയിലിടുന്നത് ഈ ഹോളുള്ള ഭാഗത്തെല്ലാം നമുക്ക് ഇതേപോലൊരു ക്യാൻ കിട്ടും. അപ്പോൾ അതിനകത്ത് ഓയിലുണ്ടാവും. അപ്പോൾ അതിനകത്ത് ആ ഓയിൽ കൊണ്ട് ഈ ഹോളുള്ള ഭാഗത്തെല്ലാം നമ്മളിങ്ങനെ കുറേശ്ശെ ഓയിലിടണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ വീലില്ലേ, വീലെന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ഈ ഭാഗത്തും ഓയിലിടണം കേട്ടോ. വീലിൽ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇടണം. ഡെയിലി ഇട്ടാൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബെൽറ്റ് ഇതിന്ന് മാറ്റിയതിന് ശേഷം, ഇതിന് ബെൽറ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ പൊക്കണം. ഇങ്ങനെ പൊക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ വീലിങ്ങനെ അനക്കുമ്പോൾ ഇങ്ങനെ കറക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ കാണാം മൂവ് ചെയ്യുമ്പോൾ ഈ അനങ്ങുന്ന ഭാഗത്തെല്ലാം ഓയിലിട്ട് കൊടുക്കണം. ചെയ്ത് കാണിക്കാം. മെഷീനെ ഞാൻ അങ്ങോട്ട് മറിച്ചതിന് ശേഷം നമ്മൾ ഈ വീലിന് ഇങ്ങനെ കറക്കിയില്ലേ, എന്നിട്ട് നമ്മൾ കറക്കുമ്പോൾ ഇതിൻ്റെ ഈ സ്ക്രൂ എല്ലാം അനങ്ങുന്ന ഭാഗത്തെല്ലാം ഓയിലിട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഈ ഭാഗത്തെല്ലാം നല്ലോണം ഓയിലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ബോബിൻ കേസാണ് നമ്മുടെ ഇത് കണ്ടോ. അത് ഇത് ബോബിൻ, ഇത് കേസ്, ഇത് ബോബിൻ കേട്ടോ. ഇത് കേസ്, ഇത് ബോബിൻ കണ്ടോ. എന്നിട്ട് ഇത് നമ്മുടെ വശത്തോട്ട് നിൽക്കണം. ഈ നൂല് ബോബിൻ കേസിലിടുമ്പോൾ വേണ്ട ഈ ഹോള് ഇതിലിടണം. എന്നിട്ട് ഈ വിടവുണ്ടല്ലോ അതിലേക്കൂടെ ഇങ്ങനെ നിൽക്കണം. ബോബിൻ കേസിൻ്റെ ഉപയോഗം ഇടുന്നത് എങ്ങനെ, നൂലിനകത്ത് ചുറ്റിയതിന് ശേഷം ആദ്യം ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നൂല് നമ്മുടെ വശത്തോട്ട് നിൽക്കണം. എന്നിട്ട് ആ ഹോളിൽ കൂടെ ഇങ്ങനെ വലിക്കുമ്പോൾ സ്മൂത്തായിട്ട് വലിഞ്ഞു വരും. ഇവിടെ ഒരു ഇത് കണ്ടില്ലേ ആ കമ്പി പോലെ, അതിനകത്തോട്ട് ഈ ഐ പോലെ ഇരിക്കുന്ന സ്പ്രിങ്ങിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് സെറ്റായിട്ടങ്ങ് കണ്ടോ. ചേർന്ന് ഇരുന്നോളൂ. ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഓയിലിടാൻ പഠിച്ചു. ഓയിലിടുന്നത് ഇവിടെ എല്ലാം ഈ ഹോളിലെല്ലാം ഇടണം കേട്ടോ. ഈ സ്പ്രിങ്ങിലിടണം. പിന്നെ നമ്മുടെ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടുന്നതാണ് ഇത്. സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടുന്നത്, ചെറിയ സ്റ്റിച്ച് ഇടാം, വലിയ സ്റ്റിച്ച് ഇടാം കേട്ടോ. അവിടെ എല്ലാം ഓയിലിട്ട് കൊടുക്കണം. അപ്പോൾ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് അതിലാണ്. ചെറിയ സ്റ്റിച്ച് ഇടുകയാണെങ്കിൽ താഴോട്ട്, വലുതാണെങ്കിൽ മുകളിലോട്ട്. പല മെഷീനും പല രീതിയായിരിക്കും, അത് നോക്കി ചെയ്യണം കേട്ടോ. ഈ മെഷീൻ ചവിട്ടുന്നത് പറഞ്ഞു തരണ്ടേ. അതുപോലെ തന്നെ മെഷീൻ്റെ താഴെ പെടലിലും ഇടണം കേട്ടോ ഓയിൽ. താഴെ പെടൽ നമ്മളെ ചവിട്ടുന്ന ഭാഗത്തും ഓയിലിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഓയിൽക്കാൻ മാറ്റി വെക്കാം. മനസ്സിലായല്ലോ. ബെൽറ്റ് ഇടുന്നത് ആദ്യം ആ വീലിൻ്റെ ആ വിടവിൽ ആദ്യം നിൽത്തതിന് ശേഷം കണ്ടോ, വീലിൻ്റെ വിടവിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം
ആ നമ്മുടെ ഇത് കണ്ടല്ലേ, ഇതിനകത്തല്ലേ ഈ ചക്രത്തിൽ ഒരു സൈഡിൽ കൂടെ ഇട്ട് കറക്റ്റ് ആക്കണം കേട്ടോ. ബെൽറ്റ് ബെൽറ്റിട്ട് കറക്റ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ പ്രഷർ കൂട്ട് ഇങ്ങനെ പൊക്കി വെക്കണേ. കണ്ട, പ്രഷർ കൂട്ട് പൊക്കി വെച്ചതിന് ശേഷം നമ്മൾ ചവിട്ടാൻ അറിയാത്തൊരു ചവിട്ട് പഠിക്കണം. മെഷീൻ ചവിട്ടുമ്പോൾ മെഷീൻ ചവിട്ടുന്നത് ഉണ്ടോ, രണ്ട് കാലും ഇച്ചിരി ബാക്കിൽ, രണ്ട് കാലും ഇതുകൊണ്ട് താഴെ. അതെ, ഓക്കെ. രണ്ട് കാലും ഇതേ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിലോട്ട് കറക്കി എടുക്കണം. നമ്മുടെ ഫ്രണ്ടിലോട്ട് കറക്കി ഇങ്ങനെ ഇങ്ങനെ കറക്കി എടുക്കണം. ചവിട്ടി ഇങ്ങനെ നമ്മുടെ ഈ ബാക്കിലോട്ട് കറങ്ങിയാൽ നമുക്ക് സ്റ്റിച്ച് കെട്ടത്തില്ല, നൂല് പൊട്ടിപ്പോകും. നമ്മുടെ ഫ്രണ്ടിലോട്ട് തന്നെ കറക്കി എടുക്കണം. ഇങ്ങനെ ചവിട്ടി പഠിക്കണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ചവിട്ടി പഠിക്കുമ്പോൾ പ്രഷർ പൂട്ട് ഇങ്ങനെ പൊക്കി വെക്കണം കേട്ടോ. ഇത് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം ചവിട്ടാനായിട്ട്. ഇത് ബാലൻസ് വന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞതാ കേട്ടോ. ഓക്കെ. ഇനി ഞാൻ സൂചി ഇടുന്നത് പറഞ്ഞുതരാം. സൂചി ഇടുന്നത് ഇവിടുത്തെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ചതിന് ശേഷം വേണ്ട, സൂചിക്ക് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് പരന്ന വശമുണ്ട്, ഉരുണ്ട വശമുണ്ട്. സൂചിക്ക് രണ്ട് വശമുണ്ട്, പരന്ന വശമുണ്ട്, ഉരുണ്ട വശമുണ്ട്. ഈ പരന്ന വശം വേണം മെഷീനകത്തോട്ട് ചേർന്ന് നിൽക്കാൻ. ഉരുണ്ട വശം നമ്മുടെ ഈ സൈഡിൽ നിൽക്കണം. പരന്ന വശം മെഷീനകത്തോട്ട് ഈ സ്ക്രൂ ഇങ്ങനെ അഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുമ്പോൾ അവിടെ ഒരു ഹോളുണ്ടാവും. ആ ഹോളിൽ കൂടെ മുകളിലോട്ടാക്കിയിട്ട് ഈ സ്ക്രൂ അങ്ങ് ടൈറ്റാക്കി കൊടുത്താൽ മതി. കണ്ട, അത് മുകളിൽ നിന്ന് ഓക്കെ ആകുമ്പോൾ നമ്മൾ സ്ക്രൂ ഫിറ്റ് ചെയ്ത് എന്നിട്ട് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് ഒന്ന് വീല് കറക്കി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ബോബിൻ കേസ് ഇടുന്നത് ഇവിടെ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ബോബിൻ കേസ്, ഇത് കേസ്, ഇത് ബോബിൻ, നൂല് ചുറ്റുണ്ട്. എന്നിട്ട് നൂല് ചുറ്റാനും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നൂലെടുക്കട്ടെ. നൂല് എപ്പോഴും ഈ റൗണ്ട് ഇതേപോലുള്ളതായിരിക്കണം, ചളങ്ങിയൊന്നും ഇരിക്കരുത്. അപ്പോൾ അത് കറങ്ങത്തില്ല, നൂല് ഉടക്കി വരും. അപ്പോൾ നൂല് ആദ്യം ഇങ്ങനെ ഇടുക. ബോബിൻ കേസിൽ നൂല് ചുറ്റാനായിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, അതിനകത്ത് നമുക്ക് ചുറ്റാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തൊരു ഈ ബോബിനകത്ത് 3-4 ചുറ്റിങ്ങനെ കറക്റ്റായിട്ട് സെറ്റാക്കണം. അതിനകത്ത് ഉറപ്പിച്ചതിന് ശേഷം കണ്ട, ഉറപ്പിച്ചതിന് ശേഷം പുതിയ മെഷീനകത്തൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു നൂല് ചുറ്റുന്നൊരു സംഭവമുണ്ട്. അതിനകത്തോട്ട് വെച്ചിട്ട് ഈ മുകളിൽ നിൽക്കണത്
ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ചവിട്ടിയില്ലേ, ചവിട്ടി തയ്ക്കുമ്പോൾ ഇതിനകത്ത് നൂല് കറങ്ങി വരും. കണ്ടോ, ഇതിനകത്ത് നൂല് കറങ്ങി വരും. ഇത് കറക്റ്റ് ആവുന്നില്ല, ഇത് പോയി കിടക്കുക. അതുകൊണ്ട് ഞാൻ അതിൽ ഉപയോഗിക്കാതെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചുറ്റിയതിന് ശേഷം ഈ ചുറ്റുഭാഗം നമ്മുടെ വശത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണം കേട്ടോ. എന്നിട്ട് നൂല് ചുറ്റാനായിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ചുറ്റിയിട്ടുണ്ടല്ലോ. നമ്മൾ ചവിട്ടി പഠിച്ചതിന് ശേഷം ഇതേപോലെ സ്ക്രൂ ഇടണം. സ്കൂട്ടറിൽ ഇട്ടിട്ട് സ്ക്രൂ ഡ്രൈവറോ പെൻസിലോ ഏതെങ്കിലും കനം കുറഞ്ഞ സംഭവം ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന, നമ്മൾ ചവിട്ടപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന നൂല് കയറുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇട്ട് ഇതിനകത്ത് നമ്മൾ വീല് കറക്കി ഉണ്ടാകും. ഇതേപോലെ ചുറ്റി നമ്മൾ ചവിട്ടുമ്പോൾ ഇതേപോലെ ടൈറ്റായിട്ട് ഇങ്ങനെ വരും. ഇതിനകത്ത് നൂല് പിടിച്ച് വരും. കണ്ടോ, അത് കഴിഞ്ഞതിന് ശേഷം ബോബിനകത്ത് നൂലിടുക. ബോബിനും കേസും കൂടെ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഒരു വിടവുണ്ടല്ലോ, കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ വിടവിൽ കൂടെ നൂലിങ്ങനെ വലിച്ചെടുക്കുക, സ്മൂത്താക്കുക. ഉണ്ടോ, അപ്പോൾ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിഞ്ഞു വരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം ഒരു ടിക്കുന്നൊരു വെച്ച് വരും കറക്റ്റാണെങ്കിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടെ നൂലിടുക. ഈ വിടവില്ലേ, ഇവിടെ ഇട്ട് എന്നിട്ട് ഇവിടെ ഒരു സ്പ്രിങ് ഇല്ലേ, ഈ രണ്ട് സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്കൂടെ ഇതേപോലെ നൂലിട്ട് കണ്ടോ, ആ സ്പ്രിങ്ങിൽ കൂടെ ഇങ്ങനെ വരും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നൂലിടുന്നത് ആദ്യം നമ്മളെ നൂല് ഇവിടെ ഇടുക. എന്നിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഇട്ട് ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണത്തിട്ടാണ്. ഞാനിപ്പോൾ ഇതിലിടുന്നത്. ഇതിലിട്ടതിന് ശേഷം ഇവിടെ ഈ നടുക്ക് കാണുന്ന സ്പ്രിങ് ഇല്ലേ, ആ സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്കൂടെ കണ്ടോ ഇതേപോലെ വലിച്ച് ബാക്കിലോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യും, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നൂല് കൊടുക്കണം. ഇങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നൂല് കൊടുക്കണം. നൂല് കൊരുത്ത് കറക്റ്റ് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ സ്മൂത്തായിട്ട് വരും. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. എന്നിട്ട് സൂചിയിൽ നൂല് കൊരുക്കണം. ഓക്കെ, നൂലൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് ഇതേപോലെ റിമ്മറുണ്ട്. ഇപ്പോൾ ഇതിന് തയ്യലിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് തരാം, പേര് തരാം. ഓരോന്ന് ഉള്ളതൊക്കെ വാങ്ങുക കേട്ടോ. പറ്റുന്നവരൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ പതുക്കെ കൊണ്ട് വാങ്ങുക. സൂചിയിൽ നൂല് കൊരുത്തതിന് ശേഷം കണ്ടോ, സൂചിയിൽ നൂല് കൊരുത്തും. എന്നിട്ട് ഈ വീലുണ്ടല്ലേ, നമ്മൾ ഈ നൂല് ഇങ്ങനെ പിടിച്ചേക്കണം. ഈ വീല് സൂചി കൊണ്ടുവന്ന് താഴ്ത്തി അവിടെ ബോബിൻ കേസിൽ ടച്ച് ചെയ്യും. അതിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഈ സൂചി കൊണ്ടുവന്ന് മുകളിലോട്ട് വലിച്ചെടുക്കും. സൂചി നമ്മുടെ ബോബിൻ കേസിൻ്റെ നൂല് മുകളിൽ കൊണ്ടുവരും. കണ്ടോ, ഇത് സൂചിയുടെ നൂല്, ഇത് ബോബിൻ കേസിൻ്റെ നൂല്. മനസ്സിലായാലും ഇത് സൂചിയുടെ നൂല്, ഞാൻ സൂചിയെ പൊരുത്തേക്കുന്ന നൂലാണ് ഇത്. ഇത് ബോബിൻ കേസ്. ഞാൻ ഇത് താഴ്ത്തിയപ്പോൾ അടിയിൽ പോയി ബോബിൻ കേസിൽ നൂലെടുത്തുകൊണ്ട് വന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് നൂലിനും കൂടെ പ്രഷർ പോട്ട് മുകളിലോട്ട് ആക്കിയതിന് ശേഷം ഈ ഹോളിൽ കൂടെ ബാക്കിലോട്ട് ഇങ്ങനെ ഇടണം. എന്നിട്ട് നമുക്ക്
ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനിത് വേറെ തുണി കാണിക്കാം.